ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വളരെ കഷ്ടതയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലും പ്രതിസന്ധികളിലൊക്കെ അമർന്നു ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആ വിഷമാവസ്ഥ നീങ്ങാൻ കാരണമാകുന്ന ഒരു അത്ഭുതകരമായ രൂപത്തിൽ നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമുണ്ട്. ഇതിങ്ങനെ ഒരു സുന്നത്തായ നിസ്കാരമോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ രൂപത്തിൽ ഈ പറയുന്ന സമയത്ത് 4 റക്അത്ത് നിസ്കരിക്കുകയും ഓരോ നിസ്കാരത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം ഈ പറയുന്ന ആയത്തുകൾ 100 തവണ പാരായണം ചെയ്യുകയും ചെയ്ത് അവൻ ആത്മാർത്ഥമായി അവൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ അവൻ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കരകയറാൻ അതൊരു കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞു പഠിപ്പിച്ചു തന്നൊരു നിസ്കാരമുണ്ട്. ഇന്ന് ആ ഒരു നിസ്കാരത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന് സ്വലാത്തു കശ്ഫിൽ കുറൂബ് എന്ന പേരുമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഇനിയിപ്പോൾ ഒരു സുന്നത്തായ നിസ്കാരം എന്ന് പറഞ്ഞൊരു ആ രൂപത്തിലല്ല. ഇതിങ്ങനെ നമ്മുടെ ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ ഇറക്കി വെക്കാൻ നമ്മളൊരു നിസ്കാരം നിസ്കരിക്കുന്നു. നമ്മൾ സാധാരണ നിസ്കരിക്കുന്നത് പോലെ തന്നെ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്തുകളൊക്കെ ഓതാറുണ്ട്. അതിന് പകരം ഈ ആയത്തുകൾ ഓതുന്നു. നല്ല ഫലമുണ്ടെന്ന് മഹാന്മാർ പറയുന്നു. എത്രമേൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബാത്തിലാകൂല എന്ന് കരുതിയ, അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ പോയിട്ട് ബാത്തിലായിട്ടില്ല, അങ്ങനെ വളരെയധികം ശക്തമായ സെഹർ, ഐന്, ഷെയ്ത്വാനിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു നിസ്കാരം ഇടയ്ക്ക്, എല്ലാ ദിവസവും ഇല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിസ്കരിക്കുന്നൊരു പതിവുണ്ടായി കഴിഞ്ഞാൽ അവർക്കതൊരു വലിയ കാവലാകും എന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഏത് കൊടിയ സിഹറും അത് കാരണമായിട്ട് അവരറിയാതെ തന്നെ ബാത്തിലായി പോകും എന്നുള്ളതാണ്. നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കിയിട്ട് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് നോക്കൂ. നല്ല ഫലം അത് കാരണമായിട്ട് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടത്. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ അപ്ഡേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ. ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ഇതിൻ്റെ എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും, ഞാൻ ഈ നിസ്കാരത്തിനെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ആത്മാർത്ഥമായി ചെയ്യാൻ ഉതകുന്ന കാരണമായേക്കാവുന്ന ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, ഉപ്പമാർ, സഹോദരിമാർ, സഹോദരന്മാർ 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളും ഇല്ല തന്നെ. ഇത് കേൾക്കുന്നവരിൽ മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്, മരണപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ പെട്ടെന്ന് മരണപ്പെട്ടു പോയവരുണ്ട്, വലിയ മാരകമായ രോഗങ്ങൾ പിടിപെട്ടവരുണ്ട്. ഏതെങ്കിലും ഒരു രൂപത്തിൽ ദുനിയാവിൽ അള്ളാഹു പരീക്ഷണം നൽകിയവരാണ് ഇത് കേൾക്കുന്നവരൊക്കെ, എനിക്കറിയാം. ഞാനും നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ ഓരോരുത്തരും വലിയ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഈ ദുനിയാവ് അങ്ങനെ ഒരു പരീക്ഷണശാലയുമാണ്. ഈ ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമ്മൾ എങ്ങനെയാണ് അതിനോടുള്ള അപ്രോച്ച്, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ സമീപിക്കുന്നത്. ഒരു രോഗം വന്നു എന്നതിൻ്റെ പേരിൽ അങ്ങ് അടച്ചാക്ഷേപിച്ച് ദീനില്ലാണ്ട് നടക്കുകയാണോ, അള്ളാഹ് എന്തെന്നെ ഇങ്ങനെ ആക്കി എന്നുള്ള ചിന്തിക്കുകയാണോ എന്നുള്ളതൊക്കെ അള്ളാഹുവിന് കൃത്യമായി പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദുനിയാവ് ഉള്ളത് തന്നെ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയ മക്കളെ തിരിച്ചു വിളിച്ചേക്കാം, അള്ളാഹു നമുക്ക് നല്ല രോഗങ്ങൾ തന്നേക്കാം. നന്നായിട്ട് നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, തഹജ്ജുദ് പോലും ഒഴിവാക്കാത്ത നിൻ്റെ മോനൊരു പക്ഷേ ലഹരിയിൽ പെട്ടേക്കാം, അവിഹിത ബന്ധങ്ങളിൽ പെട്ടേക്കാം. അല്ലെങ്കിൽ നീ നന്നായിട്ട് നിസ്കരിക്കുന്നു, എപ്പോഴും റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നു, നിനക്ക് കിട്ടിയതൊരു പക്ഷേ ഒരു തെമ്മാടിയായൊരു ഇണയായിരിക്കാം. അതൊക്കെ ദുനിയാവാണ് പ്രിയമുള്ളവരെ. ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന വലിയ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളിൽ പൂർണ്ണമായിട്ട് നമ്മൾ ക്ഷമിക്കുമ്പോഴാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഒരു പരീക്ഷണം കേവലം നമുക്ക് മാത്രമാണോ ലഭിക്കുന്നത്? അല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ
അമ്പിയാക്കൾ മുഴുവനും എടുത്തു നോക്കൂ, വലിയ വലിയ പരീക്ഷണങ്ങളുടെ തീക്ഷണമായ കനൽപദങ്ങളിലൂടെ കടന്നു വന്നവരാണ് അവർ ഓരോരുത്തരും. എല്ലാവർക്കും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളിലൊക്കെ അവർ വളരെയധികം സമചിത്തതയോടുകൂടി അതിനോട് സമീപിക്കുകയും അള്ളാൻ്റെ മുമ്പിൽ ഒരു നിമിഷം പോലും ഒരു രോഗം വന്നതിൻ്റെ പേരിൽ അള്ളാനെ മറക്കാതെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചപ്പോൾ അള്ളാഹു അവർക്ക് വലിയ ഭാഗ്യം നൽകി. നീ ഒരു പക്ഷെ വർഷങ്ങളായി വാടകയ്ക്കായിരിക്കാം, നല്ലൊരു വീട് ഇന്നുവരെ നിനക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. നീ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് കാലമായിട്ട് പല ട്രീറ്റ്മെൻറ്റുകളും നടത്തിയിട്ട് നിനക്കൊരു പക്ഷെ മക്കളെ കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെ റബ്ബിൻ്റെ പരീക്ഷണമാണ്. എന്തിനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ പരീക്ഷണങ്ങൾ നൽകുന്നത്? അതിനും കൃത്യമായി ആലിമീങ്ങൾ, ഉലമാക്കൾ നമ്മളോട് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പോയിൻ്റ് മനസ്സിലാക്കണം. എന്തിനാണ് അള്ളാഹ് നമുക്ക് പരീക്ഷണം നൽകുന്നത്? അള്ളാഹുവിന് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു അവരെ ഇബ്തലാഹുല്ലാ, അള്ളാഹു അവരെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്തിനല്ലാഹു പരീക്ഷിക്കുന്നു? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന അമലുകൾ അത് അള്ളാഹു കരുതിയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനത്തേക്ക് എത്താൻ മതിയാകാതെ വരുന്നു. അപ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ആ പരീക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ ആ പരീക്ഷണത്തിൽ അവൻ ക്ഷമിക്കുകയാണ്. ആ ക്ഷമിക്കുമ്പോൾ ആ ക്ഷമയുടെ പ്രതിഫലവും കൂടെ കൂട്ടിയാലാണ് അവനക്ക് അള്ളാഹ് വിചാരിച്ച ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്നാൽ പിന്നെ നേരിട്ട് അള്ളാഹ്ക്ക് ആ സ്ഥാനത്തേക്ക് വെച്ചാൽ പോലും അള്ളാഹ്ക്ക് എല്ലാവരും കഴിവുണ്ടല്ലോ. അങ്ങനെയല്ല, എല്ലാം ഒരു ചില കാരണങ്ങളിലൂടെയാണ് ഈ ദുനിയാവിലെല്ലാം നടക്കുന്നത്. അള്ളാഹു എല്ലാം കാര്യകാരണങ്ങളിലൂടെയാണ് നമ്മിലേക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില സംഗതികളൊക്കെ നടന്നിട്ട് നൽകുക എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മുൻകൂട്ടിയിട്ടുള്ള തീരുമാനം. അതുകൊണ്ട് ഓരോ പരീക്ഷണങ്ങളും നമുക്ക് തലക്ക് മീതെ താങ്ങാനാകാത്ത രൂപത്തിൽ വരുമ്പോൾ അതിൽ നമ്മൾ ക്ഷമിക്കാൻ, പൂർണ്ണമായും ക്ഷമിക്കാൻ, അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. അതാണല്ലോ നമ്മൾ ദിക്റുകളിലൊക്കെ ചൊല്ലുന്ന റളീന ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയം വ റസൂല. നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിലങ്ങ് തൃപ്തിപ്പെടുക. അള്ളാഹുവിൻ്റെ എല്ലാ പരീക്ഷണങ്ങളും, നമുക്ക് നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും നമ്മളങ്ങ് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വലിയ വിജയം ലഭിക്കാൻ കാരണമാകും. അങ്ങനെയാണ് അമ്പിയാക്കളൊക്കെ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എത്ര വലിയ രോഗങ്ങളുണ്ടായിരുന്നു. അങ്ങേയറ്റം ക്ഷമിച്ചപ്പോൾ വലിയ ഫലമല്ലേ ലഭിച്ചത്. എത്ര വലിയ പ്രയാസങ്ങൾ അനുഭവിച്ചവരുണ്ട്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ മക്കൾ കാരണമായിട്ട് എത്ര വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചത്. മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകൻ വെള്ളത്തിൽ മുങ്ങുകയാണ്. മുങ്ങുന്ന സമയത്ത് മോനോട് ഈ കപ്പലിലേക്ക് കയറാൻ വേണ്ടി പറയുന്നുണ്ട്. മഹാനരായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കപ്പലിൽ കയറിക്കൊള്ളൂ, രക്ഷപ്പെടാമെന്ന് പറഞ്ഞപ്പോൾ നൂഹ് നബി സ്വന്തം മകൻ എന്താണ് നൂഹ് നബിയോട് പറയുന്നത്? സ ആവി ഇലാ ജബലിൻ യഅ്സുമുനി മിനൽ മാ. ദേ ആ കാണുന്ന പർവ്വതമുണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം, ഞാൻ അതിലേക്കില്ല എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരാതിപ്പെട്ടപ്പോൾ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ആ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനെക്കുറിച്ചാണ് പറയുന്നത്. നിൻ്റെ അഹ്ലു അത് നിങ്ങളുടെ അഹ്ലു പോലുമല്ല, അങ്ങനെ വഴി പിഴക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന്. അപ്പോൾ ആ രൂപത്തിൽ പരീക്ഷണങ്ങൾ ഒരുപാടുണ്ടാകും. നമ്മളെത്ര നല്ലതുപോലെ ജീവിക്കുകയാണെങ്കിലും അള്ളാഹു ഏത് രൂപത്തിലാണ് നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക എന്നറിയൂല. വിശുദ്ധ ഖുർആനും ഹദീസിലൊക്കെ കാണാം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം നമുക്ക് ശത്രുക്കളായിട്ട് മാറും എന്നുള്ളത്. അപ്പോൾ അതിലൊക്കെ പൂർണ്ണമായിട്ടും ക്ഷമിക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളും ഈ രൂപത്തിൽ ഓരോ വിഷമങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും. ഒന്നുകിൽ കുടുംബജീവിതത്തിൽ, അല്ലെങ്കിൽ മക്കളിൽ, നമ്മുടെ സാമ്പത്തികമായ വിഷയത്തിൽ, ഇങ്ങനെ തുടങ്ങി രോഗങ്ങൾ വന്ന്, ഇങ്ങനെയുള്ള ഏത് വിഷമങ്ങളും, എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിൽ നിന്ന് രക്ഷ നേടാൻ ഈ രൂപത്തിലുള്ള ഈ നിസ്കാരം ഒന്ന് നിസ്കരിച്ച് നോക്കുക. നിസ്കാരത്തിന് മഹാന്മാർ സ്വലാത്തു കശ്ഫിൽ കുറൂബ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. സ്വലാത്തു കശ്ഫിൽ കുറൂബ്, വിഷമാവസ്ഥ നീങ്ങാനുള്ള നിസ്കാരം എന്നാണ്. അതാണ് സ്വലാത്തു കശ്ഫിൽ കുറൂബ് എന്ന് പറഞ്ഞ നിസ്കാരത്തിൻ്റെ അർത്ഥം. എങ്ങനെയാണത് നിസ്കരിക്കേണ്ടത്? 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ആ 4 റക്അത്ത് നിസ്കരിക്കേണ്ടത് ആരാണ്? ഏതു പ്രതിസന്ധികളിൽ നിന്നും രക്ഷ ലഭിക്കാനും ഈ നിസ്കാരം നമുക്ക് ചെയ്യാവുന്നതാണ്. ശത്രുക്കൾ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും,
ജീവൻ തന്നെ അപായത്തിലാകുമോ, ആ രൂപത്തിലേക്ക് ബുദ്ധിമുട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വല്ലവരും ആക്രമിക്കാൻ വരികയാണ്, അല്ലെങ്കിൽ നമ്മളെ ജീവൻ വരെ ഭീഷണിയിലാണ്. അത്തരം സന്ദർഭങ്ങളിൽ ഈ നിസ്കാരം നിർവഹിക്കാം. ആ വിഷമാവസ്ഥ മാറിക്കിട്ടാൻ അത് കാരണമാകും. ഈ നിസ്കാരത്തിൽ ഓതുന്ന ആയത്തുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള വല്ല രോഗങ്ങളുണ്ട്, അത്തരം രോഗങ്ങൾ ശിഫയാകണമെന്ന നിയ്യത്തോടു കൂടെ ആത്മാർത്ഥമായിട്ട് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം. നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും. ഇതേതു സമയത്താണ് നിസ്കരിക്കേണ്ടതെന്നറിയണോ? ബുധനാഴ്ച അസ്തമിച്ച രാത്രിയാണ് ഈ നിസ്കാരം ആരംഭിക്കേണ്ടത്. ഇതൊരു 3 ദിവസമോ 7 ദിവസമോ തുടരെയായിട്ട് കണ്ടിന്യൂസ്ലി 3 days ഓർ 7 days ഇത് നിസ്കരിക്കണം. അങ്ങനെയാവുമ്പോൾ അതിന് നല്ല ഫലമുണ്ട് എന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ നിസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് നമ്മൾ വിശദീകരിക്കാൻ പോവാണ്. 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. ആ നിസ്കാരത്തിൽ അവൻ ഫാത്തിഹ സാധാരണ ഓതുന്നത് പോലെയാണ് ഓതേണ്ടത്. ഫാത്തിഹയൊക്കെ ഓതിയിട്ട് ഓരോ റക്അത്ത് കഴിഞ്ഞാലും ചില പ്രത്യേക ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അവൻ ഓരോ റക്അത്തിലും 100 തവണ ഓതണം. അപ്പോൾ അതിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാമത്തെ റക്അത്തിൽ അവൻ ഓതേണ്ടത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ. ഇത് വളരെ എളുപ്പമാണ് പ്രിയമുള്ളവരെ നിസ്കരിക്കാൻ. നിങ്ങളിത് ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ചെയ്തു നോക്കാം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ളത് 100 തവണ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതുക. എന്താണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് സൂറത്തു ആല ഇമ്രാനിലെ 173-ാമത്തെ ആയത്താണ്. ഞങ്ങൾക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹ്. അപ്പോൾ അള്ളാഹുവാണ് എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ എത്രയോ നല്ലവൻ അള്ളാഹുവാണ്. ഈ ഒരു ആശയമാണ് ഈ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്ന ഈ ആയത്തിൽ ഉള്ളടങ്ങിയിട്ടുള്ളത്. നമുക്ക് ആത്മാർത്ഥമായിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ആശയം ഉള്ളടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ഈ 1-ാമത്തെ റക്അത്തിലെ ഫാത്തിഹയ്ക്ക് ശേഷം ഈ ഒരു ദിക്ർ, ഈ ആയത്ത് ആല ഇമ്രാനിലെ 173-ാമത്തെ ആയത്ത് 100 തവണ ചൊല്ലുന്നു. നമ്മളെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. അള്ളാഹു മതി എന്ന ചിന്തയുണ്ടാകുന്നു. അങ്ങനെ ആത്മാർത്ഥമായിട്ട് 100 തവണ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അത് ഓതുന്നു. നമ്മുടെ ആ വിഷമങ്ങൾക്ക് പരിഹാരമായിട്ട് അള്ളാഹ് മതി, അള്ളാഹുവിലാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഭരമേൽപ്പിക്കുന്നത്, അല്ലേ? അപ്പോൾ നല്ലൊരു ഫലം ഉണ്ടാവും നമ്മുടെ ആശയം ഉൾക്കൊണ്ടിട്ട് നിസ്കരിക്കുമ്പോൾ. 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ ചൊല്ലേണ്ട ദിക്ർ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. നമുക്കറിയാം ഇത് അൽ-അംബിയ, സൂറത്തുൽ അംബിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. ഒരു ദിക്റാണ്, അതിനു പുറമേ ഇതൊരു ആയത്ത് കൂടെയാണ്. ഈ ആയത്ത് മഹാനരായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യവയറ്റിലകപ്പെട്ടപ്പോൾ അവിടെ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് മത്സ്യവയറ്റിനകത്തിരുന്ന് ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ടൊരു ദിക്റാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലാ അന്ത, ലാ ഇലാഹ ഒരിലാഹുമില്ല, ഇല്ലാ അന്ത നീയല്ലാതെ ഒരു ഇലാഹുമില്ല, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീ എത്ര പരിശുദ്ധൻ, തീർച്ചയായും സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടവനായിരിക്കുന്നു എന്നാണ് ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം. നമ്മൾ ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടില്ലേ? നമുക്ക് അള്ളാഹു നൽകുന്ന ഈ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നുണ്ടോ? ഇന്ന് എത്ര കളവ് പറഞ്ഞു? ഇന്ന് കൃത്യമായി വേണ്ടതുപോലെ നിസ്കരിച്ചോ? നമുക്ക് തോന്നിയ സമയത്തല്ലേ ഇന്ന് നിസ്കരിച്ചത്? നമ്മൾ എത്ര അക്രമങ്ങളാണ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊരു 4-5 കൊല്ലത്തിൻ്റെ അപ്പുറത്തേക്ക് അത് നിൽക്കാറുണ്ടോ? അതിൻ്റെ ലെൻസൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അതിൻ്റെ എല്ലാ സോഫ്റ്റ്വെയറും ഡാമേജായി കിടക്കും അത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ജനിച്ചിട്ട് എത്ര വർഷമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ? 50, 60, 70 വയസ്സുള്ളവർ, 30, 40, 50 വയസ്സുള്ളവർ ഒക്കെ അല്ലേ ഇത്രയും വർഷമായിട്ട് നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ട് എന്തെല്ലാം കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, രുചികരമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നു, നല്ല ആഫിയത്തും ആരോഗ്യമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ട് നമ്മളതിന് കൃത്യമായിട്ട് നന്ദി ചെയ്യാൻ നമുക്ക് മനസ്സ് വരുന്നുണ്ടോ? നമുക്ക് തോന്നിയതുപോലെയല്ലേ നമ്മൾ നിസ്കരിക്കാറുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കിഡ്നി ഫെയിലായ ആളുകൾ ആഴ്ചയിൽ 3 തവണയാണ് ഡയാലിസിസ് സെൻ്ററുകളിൽ പോയിട്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നത്. അതിനെത്രയാ ചിലവ്?
നല്ല ചിലവില്ലേ? ഞാൻ ഈ അടുത്തൊരാളോട് ചോദിച്ചപ്പോൾ ഒരു മാസം അയാൾക്ക് 35,000 രൂപ ചിലവ് വരുന്നുണ്ട് ചുരുങ്ങിയതെന്ന് പറഞ്ഞു. ഒരു മാസം 35,000 രൂപ ഈ കിഡ്നി ഫെയിലായ ആളുകൾ, അതേപോലെ തന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്നവർ അതിന് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, നമുക്ക് കിഡ്നി ഫെയിലാകാതെ നല്ല ആഫിയത്തോടു കൂടെ അള്ളാഹു ആരോഗ്യം നൽകുമ്പോൾ ഓരോ മാസവും 35,000 രൂപ നമുക്ക് ലാഭമല്ലേ പ്രിയമുള്ളവരെ? നമുക്ക് ചെലവഴിക്കേണ്ടി വരുന്നില്ലല്ലോ. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റവാളികളല്ലേ? നമ്മൾ യഥാർത്ഥത്തിൽ അക്രമികളല്ലേ? അള്ളാഹുവിനോട് അക്രമം കാണിക്കുകയല്ലേ? തോന്നിയതുപോലെ ആത്മാർത്ഥതയില്ലാതെ നിസ്കരിക്കുന്നു. സ്വഹാബാക്കളൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന് മുകളിൽ പക്ഷികൾ വന്നിരിക്കുന്ന രൂപത്തിലാണ് അവർ നിസ്കരിക്കാറുള്ളത്. പക്ഷികൾ വന്നിരിക്കുമാർ. കാരണം അതൊരു മരത്തടിയാണെന്ന് കരുതും. അവരനങ്ങാതെയാണ് നിസ്കരിക്കുക. നമ്മളങ്ങനെ ആത്മാർത്ഥതയായിട്ട് നിസ്കരിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതാണ് നമ്മൾ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നമ്മൾ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു. നമ്മൾ വല്ലാതെ അക്രമം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ രണ്ടാമത്തെ റക്അത്തിൽ അതാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഈ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ ചൊല്ലേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കും. മൂന്നാമത്തെ റക്അത്തിൽ ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി ഔ അംരിൻ മിൻ ഇൻദിഹി ഫയുസ്ബിഹു അലാ മാ അസറു ഫി അൻഫുസിഹിം നാദിമീൻ. ഇത് സൂറത്തുൽ മാഇദയിലെ 52-ാമത്തെ ആയത്താണ്. നമ്മൾ ഈ ഓരോ ആയത്തുകളും എഴുതി കാണിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ നമ്പർ നമ്മൾ പറഞ്ഞത്. നമ്പേഴ്സ് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അംബിയായിലെ 87, ഇപ്പോൾ പറഞ്ഞത് മാഇദയിലെ 52, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് അടിച്ചു നോക്കി എടുക്കാൻ കഴിയും. ഖുർആൻ തുറന്നു നോക്കിയാൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വിജയം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ സവിശേഷമേറിയ ആയത്താണ്. ഞാനതിൻ്റെ ആശയങ്ങൾ അർത്ഥങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. വിശുദ്ധ ഖുർആനാണ്. അതിൻ്റെ ആശയങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ ആയത്ത് 100 തവണ, ഇതാണ് ഇപ്പോൾ ഇതിലൊരു വലിയ ആയത്ത് എന്നുള്ളത്. ഫഅസല്ലാഹു അൻ യഅതിയ ബിൽ ഫത്ഹി ഔ അംരിൻ മിൻ ഇൻദിഹി ഫയുസ്ബിഹു അലാ മാ അസറു ഫി അൻഫുസിഹിം നാദിമീൻ. വളരെ ആത്മാർത്ഥമായിട്ട് ഈ ആയത്ത് ചൊല്ലുക. ഈ ആയത്തോത് 100 തവണയോത്. മൂന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താ? അതിൽ സൂറത്തുൽ ഗാഫിറിലെ 44-ാമത്തെ ആയത്ത് വ ഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ? എൻ്റെ കാര്യം, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലാഹുവേ നിന്നിലേക്ക് ഞാൻ ഏൽപ്പിക്കുന്നു. വ ഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെപ്പറ്റി അടിമകളെ നന്നായി കണ്ടറിയുന്നവനാണ്, നല്ല ഉൾക്കാഴ്ചയുള്ളവനാണ്, നന്നായി മനസ്സിലാക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മെക്കുറിച്ചൊക്കെ അള്ളാഹുവിന് കൃത്യമായ ധാരണയും ബോധവുമൊക്കെയുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുന്നു എന്നാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. ഇതും 100 തവണ നാലാമത്തെ റക്അത്തിൽ ചൊല്ലുക. അങ്ങനെ ഈ നിസ്കാരം പൂർത്തീകരിക്കുക. അങ്ങനെ ഈ നിസ്കാരം പൂർത്തീകരിച്ച് ആത്മാർത്ഥമായിട്ടാണോ? അങ്ങനെ ഈ നിസ്കാരം പൂർത്തീകരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. നമ്മൾ ഈ അനുഭവിക്കുന്ന കഷ്ടതകളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകും. മക്കൾ ജയിലിലകപ്പെട്ടവർ, ജോലി ലഭിക്കാത്തവർ, മാരകമായ രോഗങ്ങളുള്ളവർ, ബുദ്ധിമുട്ടുകളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ, എല്ലാവർക്കും ഇത് വളരെ ആത്മാർത്ഥമായി ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് സിഹർബാധയേറ്റ് വല്ലാതെ ദുരിതത്തിലകപ്പെട്ട ആളുകൾ, സിഹറിൻ്റെ, ആഭിചാരക്രിയയുടെ, കൂടോത്രത്തിൻ്റെ, മാരണപ്രവർത്തനത്തിൻ്റെ ഗർത്തങ്ങളിലകപ്പെട്ട ആളുകൾ, അവരൊക്കെ ഈ ഒരു നിസ്കാരം നിർവഹിക്കുകയും അത്ഭുതകരമാകുന്ന രൂപത്തിൽ
അതിന് ഫലസിദ്ധി ലഭിക്കുകയും ചെയ്തതായിട്ട് എത്രയോ അനുഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിവരണങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ മുജറബ് എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുജറബ് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷിച്ച് ഫലം ലഭിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലായിരിക്കും. ഇടയ്ക്ക് ഈ നിസ്കാരം നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞൊരു 3 തവണ അല്ലെങ്കിൽ ഒരു 7 തവണ 7 തവണകളായിട്ട് 7 ദിവസമായിട്ട് നിസ്കരിക്കാം. ഇത് ബുധനാഴ്ചയാണ് തുടങ്ങേണ്ടത്. ഒരു മിനിമം ഒരു 3 ബുധനാഴ്ചയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നല്ല റാഹത്തുണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഒരു അമലാണ് വെള്ളിയാഴ്ച 4 റക്അത്ത് ളുഹാ നിസ്കരിക്കുക എന്നുള്ളത്. ളുഹാ നിസ്കരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ളുഹാ നിസ്കരിക്കുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നമ്മൾ ളുഹാ നിസ്കാരത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പലതവണ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ളുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ളുഹാ നിസ്കാരം അത് വളരെ ആത്മാർത്ഥമായിട്ട് 4 റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ 4 റക്അത്ത് ളുഹാ നിസ്കരിക്കുകയും ഓരോ റക്അത്തിലും സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇവ 10 തവണ പാരായണം ചെയ്യുകയും 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലുകയും ചെയ്യുക. അതിനുശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയുകയും ചെയ്യാം. അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പൈശാചിക ഉപദ്രവങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ശത്രുക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇങ്ങനെയുള്ളതിനൊക്കെ വലിയ കാവൽ ലഭിക്കാൻ കാരണമാകുന്നതാണ്. ഇത് ഒരിക്കലെങ്കിലും ചെയ്താൽ മതി. ഒരിക്കലെങ്കിലും ഇത് ചെയ്തു നോക്കുക. ഒരു നിസ്കാരം നല്ല ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു തവണയെങ്കിലും ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇപ്പോൾ നമ്മൾ ഈ നിസ്കാരങ്ങളൊക്കെ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കേവലം ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ സാധാരണ ഷറയിൽ നമ്മൾ ഫിഖ്ഹിലൊക്കെ പറയുന്ന ളുഹാ നിസ്കാരം, തറാവീഹ് നിസ്കാരം, തഹയ്യത്ത് നിസ്കാരം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, വിത്ര നിസ്കാരമൊക്കെ പോലെയുള്ള അങ്ങനെയുള്ള പ്രസിദ്ധമായ നിസ്കാരങ്ങളൊന്നുമല്ല. എന്നാൽ ചില സൂഫിയത്ത്, ഇത്തരം സൂഫിയാക്കളും ആത്മീയ ലോകത്തുള്ള ചില ആളുകളൊക്കെ അവരിൽ പല സൂഫിയാക്കളൊക്കെ ചെയ്തിട്ടുള്ളൊരു നിസ്കാരമാണ്. അപ്പോൾ ഇതിങ്ങനെ നിസ്കരിക്കണം എന്ന് ശഠിച്ചു പറയുകയോ അത് സുന്നത്താണെന്ന് പറയുകയോ ഒന്നുമല്ല. നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഒരു പുതിയ നിസ്കാരം കൊണ്ട് ഇതാ വന്നീനു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇത് വേറെ ഒന്നും ഇതിലില്ല. ഫാത്തിഹ ഓതുന്നു, ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതണം, ഒരായത്ത് ഓതണം. ആ ആയത്ത് നമ്മൾ 100 തവണ ഓതുന്നു. നല്ല ഫലമുള്ളൊരു അമലാണ്, മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ആരും ഒഴിവാക്കരുത്. റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തിന് വലിയ ഫലമുണ്ട്. അത് നല്ല ശ്രേഷ്ഠത ഉള്ളതാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അതിൻ്റെ ഓരോ നിസ്കാരത്തിൻ്റെ മഹത്വം പറഞ്ഞെടുത്തൊക്കെ പല ഗുണങ്ങളും നേട്ടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അസറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് അതൊരു കാരണവശാലും ഒഴിവാക്കാതെ നിസ്കരിക്കണം. ഈ അസറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആരെങ്കിലും അത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ടെന്നർത്ഥം. നബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് മുത്തുനബിതങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യലേ? അതാണ് ഈ അസറിൻ്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിൻ്റെ പ്രത്യേകത. അതെന്താ കാരണം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റഹിമല്ലാഹു റഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചവർക്ക് എന്ന് മുത്തുനബി അസറിന് മുമ്പ് ട്ടാ. റഹിമല്ലാഹു റഅൻ സ്വല്ലാ ഖബ്ലൽ അസ്രി 4. അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അപ്പോൾ സ്വഹാബാക്കൾ ആമീൻ പറയുകയാണ്. അപ്പോൾ സ്വഹാബാക്കൾ ആമീൻ പറഞ്ഞത് ഇപ്പം എന്തിനാ? അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചവർക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വീട്ടിലൊരു സൈനബ് അല്ലെങ്കിൽ ഒരു സെയ്ദ് നിസ്കരിക്കണം അസറിൻ്റെ മുമ്പ് 4 റക്അത്ത്. അപ്പോൾ അവർക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തതുപോലെയില്ലേ? ഹബീബായ തങ്ങളാണ് ദുആ ചെയ്യുന്നത്. മുത്തുനബി തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്. അഷ്റഫുൽ ഖൽഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായവർ. അഷ്റഫ് ഏറ്റവും ഷറഫുള്ളവർ. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ആ മുത്തുനബി തങ്ങൾ ദുആ ചെയ്യുന്നു. ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടാൻ അർഹതയുള്ളത് ഹബീബായ തങ്ങളാണ്. ആ തങ്ങളല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നമ്മളൊക്കെ മഹ്ശറിൽ ഒരു ചാണ് മുകളിൽ സൂര്യൻ നിൽക്കുമ്പോൾ നമ്മളോടൊക്കെ വന്നിട്ട് നമ്മളൊക്കെ ചെന്ന് എല്ലാ അമ്പിയാക്കളുടെ അടുക്കലും ചെല്ലുമ്പോൾ അവസാനം സ്വീകരിക്കുന്നത് മുത്തുനബി തങ്ങൾ അള്ളാഹിനോട് അങ്ങ് പറയും ചെന്നിട്ട്, അല്ലേ? ആ ഹബീബായ തങ്ങളെ ദുആ ചെയ്യുന്നത്. ആരാമീൻ പറയുന്നത്? അസ്ഹാബി കന്നുജൂം, ഇതൊക്കെ നക്ഷത്രതുല്യരായ എൻ്റെ സ്വഹാബാക്കളാണ്. നിങ്ങൾ ഇവരിൽ ആരോട് പിന്തുടർന്നാലും നിങ്ങൾ ഹിദായത്തിലാകും എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ സ്വഹാബാക്കൾ ആമീൻ പറയുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ദുആ ചെയ്ത പോലെയാണ്. അതുപോലെയുള്ള സവിശേഷമേറിയ അമലുകളിലേക്കും ഇബാദത്തുകളിലേക്കൊക്കെ പ്രവേശിക്കുക. ജീവിതത്തിൽ നിസ്കാരം 5 വഖത്ത് ഫർള് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഖള ആക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഖള ആക്കുക എന്നതിനും അപ്പുറത്തേക്ക് ആ നിസ്കാരം സമയത്തിന് തന്നെ അഫ്ളലായത്, അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയേറിയത് അവ്വൽ വഖത്തിൽ നിസ്കരിക്കലാണല്ലോ. അവ്വൽ വഖത്തിൽ നിസ്കരിക്കുക, അതേപോലെ തന്നെ ഹറാമിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ഹലാലായത് മാത്രമാകുക. ഹറാമിൻ്റെ ഭക്ഷണം നമ്മുടെ വയറിൻ്റെ അകത്തേക്ക് വന്നാൽ ആ ദുആ പിന്നീട് സ്വീകരിക്കപ്പെടുകയില്ല. ഏത് നിമിഷമാണ് മരണപ്പെടുക എന്നറിയില്ലല്ലോ. സ്വാലിഹീങ്ങളുടെയും ഔലിയാക്കളുടെയൊക്കെ ജീവിതത്തിൽ അവരേതെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത അന്യൻ്റെ മുതൽ വയറ്റിലേക്ക് എത്തിയാൽ അവരത് പിന്നീട് അറിയുമ്പോൾ അവരത് വൊമറ്റ് ചെയ്ത് ഛർദ്ദിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അത് കളയാറുണ്ടായിരുന്നു. അത്രമേൽ ഹറാമിൻ്റെ മുതലുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആവാതെ ജീവിക്കുക. പ്രധാനപ്പെട്ട ദിക്റുകൾ ഹദ്ദാദ് റാത്തിബ് പോലെയുള്ളതൊക്കെ പതിവാക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയം ലഭിക്കാനും വലിയ മഹത്വം ലഭിക്കാനും കാരണമാകുമെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ രാവിലെയും വൈകുന്നേരമൊക്കെ നടക്കുന്ന നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസിൽ നിങ്ങളൊക്കെ പങ്കെടുക്കുക. അതിലൊരുപാട് ദിക്റുകളും ദുആകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. വലിയ ഫലം ലഭിക്കാൻ കാരണമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.